തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു വിഭാഗത്തിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. ഇതെല്ലാം തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ജീവനക്കാരാണ്. നമ്മൾ ശരിക്കും ഇവരുടെ അധ്വാനം മനസ്സിലാക്കേണ്ടത്. പൊങ്കാല കഴിഞ്ഞ് നിങ്ങൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒന്ന് നടക്കുക, പൊങ്കാല നടക്കുന്ന സമയത്തും ഒന്ന് നടക്കുക, പൊങ്കാല കഴിഞ്ഞ് നിങ്ങൾ ആ റോഡിൽ കൂടി, അതേ റോഡിൽ കൂടി മണിക്കൂറുകൾക്കുള്ളിൽ ഒന്ന് നടന്നു നോക്കുക. അവിടെ അങ്ങനെ ഒരു സംഭവം, പൊങ്കാല എന്ന് പറയുന്നൊരു സംഭവം നടന്നു എന്ന് പോലും തോന്നില്ല. അത്രമാത്രം ഭംഗിയായിട്ട് ഇവരുടെ ആൾക്കാർ ചേർന്ന് നമ്മുടെ നഗരം വൃത്തിയാക്കും. നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ഇക്കൊല്ലത്തെ പൊങ്കാല നോക്കിക്കോ. എന്താ അങ്ങനെയല്ലേ നിങ്ങളുടെ ആ ഒരു? ഞങ്ങൾ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ ഉടനെ തന്നെ ഏതാണ്ട് മണിക്കൂർ മാത്രമേ ഉപയോഗമുള്ളൂ. അതിന് മുമ്പേ നമ്മൾ പൊങ്കാല ഇടുന്നതിന് മുമ്പേ എങ്ങനെ പരിസരം കിടന്നുപോ അതേപോലെ ആയിരിക്കും പൊങ്കാല കഴിഞ്ഞിട്ടും ആ സമയങ്ങൾ കിടക്കുന്നത്. നിങ്ങൾക്ക് അതിലൊരു വിഷമോ ബുദ്ധിമുട്ടില്ല. ഒരു ഭാഗമാണ്, ജോലിയുടെ ഒരു ഭാഗമാണ്. അത് നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ കടമയാണ്. അത് നമുക്ക് അമ്മയുടെ നടയിൽ വെച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമുക്കൊരു സന്തോഷമാണ്. അമ്മയ്ക്ക് 15 കൊല്ലം കൊണ്ട് അമ്മയുടെ പൊങ്കാല ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ഒരു അസുഖം അമ്മ വരുത്തിയിട്ടില്ല. അത്രയ്ക്ക് നമ്മൾ അത്രയും ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യുന്നു. നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഒരു സ്പിരിറ്റോടെ ചെയ്യുന്നത്, ഉത്സാഹത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മയുടെ നടയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത്രയ്ക്ക് ഒരു സന്തോഷമാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോർപ്പറേഷനിൽ നിന്ന് അഭിനന്ദനങ്ങൾ അങ്ങനെയൊക്കെ ഹെൽത്ത് ഓഫീസർ എല്ലാവരും നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട്. നമുക്കൊരു ദിവസം നമുക്ക് ഫുഡ് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഏറ്റവും വലിയ അപ്പൊ ഇത്തവണ എങ്ങനെ ആറ്റുകാല അമ്പലത്തിലെ നിങ്ങളുടെ ഈ വൃത്തിയാക്കലൊക്കെ എങ്ങനെയാണ്? അതുപോലെ തന്നെ ആറ്റുകാല അമ്പലവും അപ്പം പൊങ്കാല കഴിഞ്ഞാൽ നഗരം എല്ലാം വൃത്തിയാക്കി ശുദ്ധീകരണമാക്കി. അല്ല ചേട്ടാ, നമ്മൾ ഒരു ദിവസം രാവിലെ 2 മണിക്ക് രാവിലെ 2 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും. 2 മണി മുതൽ 9 മണി വരെയാണ്. പിന്നെ അടുത്ത് 2 മണി മുതൽ 7 മണി വരെ. എത്ര പേരുണ്ട് നിങ്ങള്? 14 പേരാണ്. സ്ട്രെങ്ത് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? പെണ്ണുങ്ങൾ കുഴപ്പമില്ല, എല്ലാം ആവശ്യത്തിനുള്ളതാണ്. എല്ലാരും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കും. ശരി, ഇവരുടെ ആ ഒരു, നമുക്കറിയാം കുംഭമാസം, പിന്നെ ഇത്രയും വെയിൽ, ഒരുപാട് സ്ട്രെയിൻ, ഇതിൻ്റെ ഇടയിൽ ഇത്രയും ഭംഗിയായിട്ട് ഒരു കുറ്റം പോലും പറയാത്ത രീതിയിൽ ആറ്റുകാൽ അമ്പലവും പരിസരവും, ഇനി പൊങ്കാല ദിവസം തിരുവനന്തപുരം നഗരവും ഭംഗിയാക്കി വെക്കണമെന്നുള്ള ആ ഒരു വാശിയിലാണ് ഇവരെല്ലാവരും. ഇത്തവണ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പൊങ്കാല കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരുവനന്തപുരം നഗരത്തൂടെ നടന്നു നോക്കണം. അപ്പോഴറിയാം ഇവരൊക്കെ ചില്ലറക്കാരല്ല എന്ന്. എൻ്റെ പേര് ജിജിൻ. എൻ്റെ പേര് രാജു. വിമല. എൻ്റെ പേര് കവിത. പുതിയതായിട്ട് സജിലാൽ. പ്രശാന്ത്. ഗംഗ. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഷിബു. എല്ലാവർക്കും ആശംസകൾ. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളെല്ലാം നമ്മളെ ഭാവിയിൽ പറഞ്ഞ പിള്ളേർക്ക് വരെ നല്ല ഭംഗിയായി നല്ലതായിട്ടിരിക്കട്ടെ.